നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു, 30 ദിവസക്കാലമാകുന്നു. മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും 30 മുതൽ 45 ദിവസം വരെയാണ് എടുക്കുന്നത്. അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 1 വർഷം എടുക്കുന്നു. ശനിയാകട്ടെ 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷവും. ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലനിരൂപണമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. 1200 കുംഭമാസം 30-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് 6:30 കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം. ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത്. ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം ഗുണമാണ്. കഴിഞ്ഞ 2 മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ്. പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും. പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ്. തോയോത്ഥ പണ്യവിഭവ വനിതാധൃതശ്ച അന്ത്യേ. തോയ ഉത്ഥ പണ്യവിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുമുണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക്. സ്വതവേ മീനം ഒരു ജലരാശിയാണ്. അതിൻ്റെ ചിഹ്നം തന്നെ 2 മത്സ്യങ്ങളാണ്. അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാധൃത, വനിതകളാൽ, സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലവും കൂടിയുണ്ട്. തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക, അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക, ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ചിങ്ങൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. ചിങ്ങൻ രാശിക്കാർക്ക് ഈ മീനമാസത്തിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം എപ്രകാരം ബാധിക്കുന്നു? വളരെയധികം നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാണ്. ഏറ്റവും അധികം സൂര്യൻ ബലം പ്രാപിക്കേണ്ടുന്ന ഒരു രാശിയാകുന്നു ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്കാണ് സൂര്യൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഉച്ചരാശി ലഭിക്കുക. ചിങ്ങൻ രാശി എന്താകുന്നു? മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. സൂര്യൻ നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്, 8-ാം ഭാവത്തിലാണ്. എന്താണ് ജ്യോതിഷത്തിൽ 8-ാം ഭാവം? ഏറ്റവും കഷ്ടമുളവാക്കുന്ന ഭാവമാകുന്നു അഷ്ടമഭാവം. തത്ര അതികഷ്ട അഷ്ടമഃ, ഏറ്റവും കഷ്ടമാണ്. 3 ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ ദോഷഭാവങ്ങൾ. ഷഷ്ടം, ദ്വാദശം, അഷ്ടമം ച മുനയോ അനിഷ്ടാൻ വിദുഹു. ഷഷ്ടം 6-ാം ഭാവം, ദ്വാദശം 12-ാം ഭാവം, അഷ്ടമം 8-ാമത്തെ ഭാവം, 8-ാം ഭാവം. ഈ ഭാവങ്ങളും വളരെ ദോഷമാണ്. 3 ഭാവങ്ങളും ദോഷമാണ്. അവിടെ തത്ര അതികഷ്ട അഷ്ടമഃ, അതിൽ ഏറ്റവും ദോഷപ്പെട്ട ഭാവമൊന്നു 8-ാം ഭാവം. 8-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ദോഷമാണ്. കാരണം 8-ാം ഭാവം എന്താകുന്നു? സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം വേശ്മഗതാശ്ച വിഘ്നാഃ വിചിന്തനീയ പുനരഷ്ടമേന. എല്ലാതരം നാശം, വിപത്തുക്കൾ, അപവാദങ്ങൾ, മരണത്തിൻ്റെ കാരണം, മരണദേശം, ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്നു അഷ്ടമഭാവം. ആ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു. അത് ഏറ്റവും അധികം ബാധിക്കുക ചിങ്ങൻ രാശിക്കാരെയാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. അപവാദോ മഠാപത്രിപിപാപയ അഷ്ടമസ്ഥിതേ മഠാദ്യാലയ സമ്പത്തിമപി വിദ്യാശുഭോത്രക. 8-ാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുമ്പോൾ അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ്
ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വ്യാപരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 ശുഭഗ്രഹം വരുമ്പോൾ ക്ഷേത്രമുണ്ടാക്കാം, മന്ദിരമുണ്ടാക്കാം, ട്രസ്റ്റ് ഉണ്ടാക്കാം. അതിൻ്റെ ആധിപത്യം അതിൻ്റെ നേതൃത്വ നിലയിലേക്ക് ഉയർത്തപ്പെടും. ഇവിടെ അഷ്ടമത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ ഈ പദവികളെല്ലാം തന്നെ നഷ്ടപ്പെടും. ഇതിലൂടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും അപമാനങ്ങളും ഉണ്ടാകും. അപവാദോ മഠാപത്തിരവേ, തൻ്റെ മഠത്തിന് ആപത്തുണ്ടാക്കും. അതിനാൽ തൻ്റെ ആത്മപ്രഭാവം നശിപ്പിക്കാതെ നോക്കണം ചിങ്ങൻ രാശിക്കാർ. പലപ്പോഴും ഈ ഒരു മാസക്കാലം പലപ്പോഴും വലിയ കലഹമുണ്ടാകാം. ധനം തിരിമറി നടത്തുക, അല്ലെങ്കിൽ തൻ്റെ അധികാരം ദുർവിനിയോഗം നടത്തുക എന്ന ധാരാളം പേരുദോഷം ചിങ്ങൻ രാശിക്കാർ കേൾക്കേണ്ടുന്ന മാസമാണിത്. അതിനാൽ അനാഥാലയ, മന്ദിര, ക്ഷേത്രം, ട്രസ്റ്റ് ഇതിൻ്റെയൊക്കെ മഠങ്ങളുടെ ആധിപത്യമുള്ള ചിങ്ങൻ രാശിക്കാർ ഈ ഒരു മാസക്കാലം സൈലൻ്റായിട്ടിരിക്കണം. ഒരു തരത്തിലുള്ള പേരുദോഷവും വരുത്തരുത്. പേരുദോഷം വന്നാൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ശാരീരികമായി ഏതെല്ലാം ഭാഗത്തെ ബാധിക്കുന്നു? സ്വതവേ ചിങ്ങൻ രാശിക്കാർക്ക് 2 ഭാഗത്താണ് രോഗമുണ്ടാവുക. കുക്ഷി അക്ഷിജ, വയറും കണ്ണും. അതിനാൽ കണ്ണുകളെ വളരെ ശ്രദ്ധിക്കണം. മറ്റൊന്ന് വയറാണ്. അഷ്ടമം ഗുഹ്യഭാഗമാണ്. സ്വതവേ ചിങ്ങൻ രാശിക്കാർക്ക് പൈൽസിൻ്റെ അസുഖം വളരെ കൂടുതൽ വരും. കാരണം സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയത്ത് അത് പൈൽസ് വളരെയധികം ബാധിക്കപ്പെടും. അവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ചൂടുള്ള ഭക്ഷണങ്ങൾ, അത് കോഴിമുട്ടയായാലും കോഴി ഇറച്ചിയായാലും ചിങ്ങൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഭാവിയിൽ വലിയ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കും. സ്വതേ ചിങ്ങൻ രാശി അഗ്നിരാശിയാണ്. ആ അഗ്നിരാശിക്കാർക്ക് ആത്മീക സ്വഭാവം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഗോതമ്പ് ഉപയോഗിച്ചുള്ള സ്ഥിരമായ ചപ്പാത്തി കഴിക്കുമ്പോൾ അത് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും ചിങ്ങൻ രാശിക്കാർക്ക്. അതിനാൽ തൻ്റെ വയറിനെപ്പറ്റി, കണ്ണുകളെപ്പറ്റിയും നന്നായി ശ്രദ്ധിക്കുക. അനാവശ്യമായ പോലീസ് കേസുകൾ, വിവാദങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരിക. 8 സൂര്യൻ നിൽക്കുമ്പോൾ അങ്ങനെയാണ്. മാർത്താണ്ഡേ അനിഷ്ട സംസ്ഥയെ നൃപ ശിവ പിതൃ കോപഹ. നൃപൻ്റെ കോപം, രാജാവിൻ്റെ കോപം, ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന അനാവശ്യമായ വിവാദങ്ങൾ, കേസുകൾ, ടാക്സ് അടക്കാത്ത വിഷയങ്ങൾ വരിക, GST അടക്കാതെ തനിക്ക് കേസുണ്ടാവുക, അല്ലെങ്കിൽ ഫോർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അനാവശ്യമായി ജനങ്ങളെ GST മുതലായ തുകയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ചില കുതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് അന്വേഷണ രൂപത്തിൽ അവർക്ക് വരുന്ന സമയമായിരിക്കും. ഇത് ഗവൺമെൻറ്റിനെ വഞ്ചിച്ചു എന്ന കേസ് വരും. നൃപൻ്റെ കോപം, രാജാവിൻ്റെ കോപം, സർക്കാരിൻ്റെ കോപം ഇപ്രകാരം കേൾക്കേണ്ടി വരും. ശിവൻ്റെ കോപം, ശൈവസമ്മതമായ ദുരിതം വരും, കോപം വരും. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഈ ഒരു മാസക്കാലം നിത്യമായി പഞ്ചാക്ഷരി മന്ത്രത്തിലെ ശിവനെ ഭജിക്കണം. ശിവൻ്റെ കോപത്തെ മാറ്റണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, ശംഖാഭിഷേകം വഴിപാടായി ചെയ്യുക. തൻ്റെ സ്ഥലത്തുള്ള ഇളനീര് ഉപയോഗിച്ച് ശിവന് ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ വളരെയധികം ശാരീരികമായും മാനസികമായും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ തന്നെ മാറും. നമ്മൾ വളരെ സ്വസ്ഥനാകും. ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കണം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. സർവജാം ശാന്തേയം ഖലു മൃത്യുഞ്ജയം. എല്ലാ രോഗത്തിൻ്റെയും ശമനത്തിനാണ് മൃത്യുഞ്ജയം ചെല്ലുന്നത്. മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് തീവ്രതരെ ആഭിചാരെ, അതിതീവ്രമായ ആഭിചാരം, ശത്രുദോഷം നശിക്കുവാൻ മൃത്യുഞ്ജയം വളരെ ഉപകാരപ്പെടും. വലിയ വലിയ കമ്പനികൾ നടത്തുന്ന വ്യക്തികൾക്ക് തൊഴിലാളികളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. തൊഴിലാളികൾ 8ാം ഭാവം കൊണ്ട് ഭൃത്യന്മാരെ ചിന്തിക്കണം. അതിനാൽ ദാസജനങ്ങളെ കൊണ്ട് തന്നെ ഭൃത്യന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടിയുണ്ട്. കാരണം ശനിയാണ് അഷ്ടമത്തിലേക്ക് പോകുന്നത്. ശനി 8ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ഭൃത്യജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ തൻ്റെ കീഴ്ജീവനക്കാർ അല്ലെങ്കിൽ തൻ്റെ തൊഴിലാളികൾ, അവർക്ക് അപകടമുണ്ടാവുക, തനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ അത് തന്നെ ബാധിക്കും. അതിൻ്റെ പേരിലും തനിക്ക് ബുദ്ധിമുട്ടുകളാകാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൻ്റെ തൊഴിലാളികൾ തന്നോട് കയർത്ത് സംസാരിക്കുന്ന സമയമാണ്. പലപ്പോഴും അക്രമാസക്തരാകും. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ, വിവാദങ്ങൾ തൊഴിലാളികളുമായി ഈ സമയത്ത് ഉണ്ടാകാതിരിക്കുക. തന്നെ വീട്ടിലുള്ള വേലക്കാരൻ പോലും തനിക്ക് എഗേൻസ്റ്റാക്കി വരും. തൻ്റെ വിലപ്പെട്ട ആഭരണങ്ങൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ കാശ് നഷ്ടപ്പെടും. താൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. ഇപ്രകാരം ചിങ്ങൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. തങ്ങളുടെ ആത്മപ്രഭാവം കാത്തു സൂക്ഷിക്കണം. കാരണം എന്താണ്? സൂര്യൻ ആത്മപ്രഭാവകാരകനാണ്. കഴിഞ്ഞൊരു 11 മാസങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സത്പേരുകൾ ഈ ഒരു മാസക്കാലം ദുഷ്പേരായി മാറാതിരിക്കുവാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കണം. അതിനുവേണ്ടി യത്നിക്കണം. ഒരു മാസക്കാലം മേൽപ്പറഞ്ഞ പ്രാർത്ഥനകളിലൂടെ നന്നായി പ്രാർത്ഥിച്ച് ദൈവികമായ വിഷയങ്ങളിലേക്ക് പോകട്ടെ. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം തന്നെ ധാരാളം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ഒരു ശോഭനമായ
നല്ല ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.